ഇന്നലത്തെ ആവേശം, ആശങ്ക, ആർപ്പുവിളി എല്ലാം കഴിഞ്ഞ് കേരളം ഇന്നൊരു പുതിയ സർക്കാരിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. 140 മണ്ഡലങ്ങളിലെയും ജനവിധി ഇന്നലെ പുറത്തു വന്നു. ഇന്ന് തെരുവുകളിലും വീടുകളിലും ചായക്കടകളിലും എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്, ഇന്നലത്തെ വിധി. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം തന്നെ ആയിരുന്നുവോ ഇത്? നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയാണ് റിസൾട്ട് വന്നത്. ഒരു 10 വർഷമൊക്കെ ആയില്ലേ, അപ്പോൾ ഒരു മാറ്റം നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് മാറട്ടെ, മാറിയാലേ ജനങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. എന്ത് പറയാം മക്കളെ, അവര് മാത്രം ഭരിച്ചാൽ പോരെ, എല്ലാവരും ഭരിക്കണ്ടേ. അവര് 10 വർഷം മാറ്റം വന്ന് ഇവർക്ക് അതുപോലെ ഇവരും മാറ്റം വരട്ടെ. മാറ്റം എന്തായാലും വേണം. മാറ്റം വേണമായിരുന്നു. സർക്കാർ നല്ലതായിരുന്നു ഈ 10 വർഷം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് 7-ാം തീയതി വണ്ടി കിട്ടും. പിന്നെ പെൻഷൻ ഞങ്ങൾക്ക് ഇതുവരെ കുടിശ്ശികയൊന്നുമില്ല. നന്നായിരുന്നു, നല്ല മുഖ്യമന്ത്രിയായിരുന്നു. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. ഇനിയും തിരിച്ചു വരുമെന്നേ, പിന്നെ വരണം. നല്ലതായിരുന്നു, അവരെയും കുറ്റം പറയാൻ പാടില്ല. പെൻഷനൊക്കെ കിട്ടി, എല്ലാവർക്കും പെൻഷൻ വെച്ച് ജീവിക്കണവർ ഒരുപാട് പേരുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം സുരക്ഷിത കരങ്ങളിൽ തന്നെ ആയിരുന്നു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് പറഞ്ഞതുപോലെ, ഞങ്ങൾ ഭരിക്കാൻ വന്നവരല്ല, സേവിക്കാൻ വന്നവരാണ്. ആ വാക്കുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് കേരളം ഇത്രയും കാലം മുന്നോട്ട് പോയതും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടത് വലത് മുന്നണികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ PK നായനാരെ എടുക്കാൻ വളരെ നല്ല മുഖ്യമന്ത്രിയായിരുന്നു. ഇതുവരെ ഈ കാലഘട്ടത്തിലുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരെയും എടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെ സ്നേഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ആരുടെ സങ്കടങ്ങൾ പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറാകുമായിരുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമേ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഉമ്മൻചാണ്ടി സാർ. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി എന്ന നേതാവിനെയും ഈ വേളയിൽ കേരളം ഓർക്കുന്നു. ജനങ്ങളെ അടുത്തറിഞ്ഞ മുഖ്യമന്ത്രി. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, ഈ വരുന്ന സർക്കാർ ജനങ്ങളുടെ വിശ്വാസം കാക്കും. പ്രതിപക്ഷം അവരുടെ ധർമ്മം നിറവേറ്റും. കേരളം ഇന്നത്തേക്കാൾ നാളെ മെച്ചപ്പെടും. ക്യാമറമാൻ ആകാശിനോടൊപ്പം ഞാൻ ജനീമ നജീബ്.